രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയ്ക്കും വിലക്കയറ്റത്തിനുമെതിരെ ശക്തമായ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ചെറുപ്പക്കാരെ പ്രതിഷേധങ്ങളിലേക്ക് തള്ളിവിടുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ഇപ്പോൾ പ്രകടമാകുന്നത് സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കേണ്ട യുവജന രോഷമാണ്. ഇത്തരം പ്രതിഷേധങ്ങളെയും ആശയങ്ങളെയും പോസിറ്റീവായി എടുത്ത് തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള അടിയന്തര വിഷയങ്ങൾ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. അതിനെയെല്ലാം അടിച്ചമർത്താനാണ് കേന്ദ്രം ഭരിക്കുന്നവരുടെ ഭാവമെങ്കിൽ അത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ തൊഴിലില്ലായ്മ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യം ഇതുപോലെ ഉണ്ടായിട്ടില്ല. വിലക്കയറ്റം ഓരോ ദിവസം കഴിയുന്നതും താങ്ങാവുന്ന അപ്പുറത്തേക്കാണ് പോകുന്നത്. സർക്കാരിന് ഇതൊന്നും പരിഹരിക്കാനുള്ള യാതൊരു മാർഗങ്ങളുമില്ല. ആരാണ് ഉത്തരവാദി? ഈ ചെറുപ്പക്കാരെ ഇത്തരം അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടതിന് ഉത്തരവാദി ആരാണ്? ആ ചർച്ചയല്ലേ രാജ്യത്ത് നടക്കേണ്ടത്? അതല്ലേ നടക്കേണ്ടതും. സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്ന യുവജന രോഷമാണ് ഇപ്പൊ നമ്മൾ പ്രകടമാകുന്നത്. അത് സർക്കാർ ചെയ്യേണ്ടത് അതിനെ പോസിറ്റീവായി എടുക്കാൻ വേണ്ടത്. അതിനെ പോസിറ്റീവായി എടുത്ത് ആ ഇഷ്യൂ അഡ്രസ് ചെയ്യാൻ വേണ്ടത്. ആ ഇഷ്യൂ അഡ്രസ് ചെയ്യാൻ എന്ത് നടപടിയാണ് ഇവർ എടുത്തിരിക്കുന്നത്? കഴിഞ്ഞ 12 കൊല്ലമായിട്ട് എല്ലാ MSMEയും തകർക്കുക, എല്ലാ തൊഴിലവസരങ്ങളെയും ഇല്ലാതാക്കുക, അഗ്നിവീർ പോലെയുള്ള പദ്ധതികൾ ഉണ്ടാക്കി എങ്ങനെ ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ പരിമിതപ്പെടുത്താൻ പറ്റുമോ നോക്കുക. ഇതല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല ചെയ്യേണ്ടത്. ആ ഇഷ്യൂ അഡ്രസ് ചെയ്യാണ് വേണ്ടത് ഒരു ഉത്തരവാദപ്പെട്ട ഗവൺമെന്റ്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില പ്രതിദിനം കുതിച്ചുയരുകയാണ്. വരാനിരിക്കുന്ന കാലം അതീവ ദുഷ്കരമായിരിക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. എന്നാൽ യാതൊരുവിധ തയ്യാറെടുപ്പുകളുമില്ലാതെ ആഘോഷങ്ങളിലും തിമിർപ്പിലുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏർപ്പെട്ടിരിക്കുന്നത്. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പ്രധാനമന്ത്രി മുൻകൈ എടുക്കേണ്ടത്, അല്ലാതെ പ്രതിഷേധിക്കുന്നവരെ തകർക്കാനല്ല. ഇന്ധന വിലവർദ്ധനവ് നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് ഒന്നിരുന്ന് ചിന്തിക്കാൻ പോലും പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല. അദ്ദേഹം ലോകം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രാജ്യത്തിന് ഒരു ഫലവുമില്ല. രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കത്തുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ഇവിടെയൊരു സർക്കാർ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. വരാനിരിക്കുന്ന കാലം എന്ന് പറയുന്നത് വളരെ വളരെ അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമായിരിക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. അതിനെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ ഇപ്പോഴും ആഘോഷങ്ങളിലും തിമിർപ്പിലുമാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഇത് നമ്മൾ കഴിഞ്ഞ കുറെ നാളിലായിട്ട് പറയാം. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞ സമയത്തും നമ്മുടെ പെട്രോളിന്റെയും ഡീസലിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പരിഹാര മാർഗം? ഒന്ന് ഇരുന്ന് ചിന്തിക്കാൻ, ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ? അവർ ലോകം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി. എന്ത് കാര്യമാണ് അതുകൊണ്ട് കിട്ടാൻ പോകുന്നത്? ഒന്നും കിട്ടാനില്ല. ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇഷ്യൂ അഡ്രസ് ചെയ്യാൻ ഒരു ഗവൺമെന്റ് ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. CJP മൂവ്മെന്റിനെതിരെയുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങളെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങളെ കൃത്യമായി മാനിച്ചു മുന്നോട്ടു പോയാൽ രാജ്യത്ത് നിലവിലുള്ള ഇത്തരം പ്രതിസന്ധികൾ ഒഴിവാക്കാവുന്നതേയുള്ളൂവെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. നാട്ടിലെ മൂവ്മെന്റുകൾ ഉണ്ടാകുന്നത് വിഷുവിനെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ ആ മൂവ്മെന്റുകളെ പാർട്ടിയോ എന്നതിനെ കുറിച്ചല്ല ഞാൻ സൂചിപ്പിക്കാം. മൂവ്മെന്റുകൾ ചെറുപ്പക്കാരുടെ വികാരം, ആ ചെറുപ്പക്കാരുടെ വികാരം മാനിക്കുന്ന ഒരു സർക്കാരിന്റെ കടമയാണ്. ആ സർക്കാർ ചെറുപ്പക്കാരുടെ വികാരം മാനിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. അതല്ലാതെ അതിനെ ഉരുക്കുമുട്ടി ഉപയോഗിച്ച് നേരിട്ടാൽ അത് കൂടുതൽ ശക്തി പ്രാപിക്കത്തേ ഉള്ളൂ.